നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് കർക്കിടക സംക്രമമാണ്. അതായത് കർക്കിടക മാസം നാളെ 1-ാം തീയതി ആണല്ലോ, മിഥുന മാസത്തിലെ അവസാനത്തെ ദിവസം. അപ്പോൾ കർക്കിടക മാസം, രാമായണ മാസം, ദക്ഷിണായനം തുടങ്ങുകയാണ്. അതായത് സൂര്യൻ ഇപ്പം നിൽക്കുന്നത് വടക്കേറ്റത്താണ്. വടക്കേറ്റത്തുനിന്ന് തെക്കോട്ട് ദക്ഷിണ ഭാഗത്തേക്ക് യാത്ര തുടങ്ങുകയാണ്. അപ്പം ദക്ഷിണായനമാണ്. അപ്പോൾ നല്ലൊരു ദിവസമാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ചെയ്യണത് ഈ പ്രകൃതിയുടെ ഈ ഭാവമാറ്റത്തിൽ എല്ലാ ആൾക്കാരൊക്കെ കുടുംബത്തിലുള്ള പിതൃക്കൾക്കൊക്കെ വീട് വയ്ക്കുക, അതുപോലെ പ്രത്യേക പൂജകൾ നടത്തുക, അതൊക്കെ ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. അഹോരാത്രം മഴ, ഇന്ന് സ്കൂളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകണ്ട, കാരണം കളക്ടർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് റെഡ് അലർട്ട്. അപ്പം ഞങ്ങളുണ്ടല്ലോ രാവിലെ പുട്ടുണ്ടാക്കിയപ്പോൾ പഴമില്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കായിരുന്നു. അപ്പം ഉണ്ടല്ലോ ദേശത്ത് വന്നപ്പോൾ പറഞ്ഞു, വളപ്പിൽ ഇങ്ങനെ പഴം പഴുത്ത് കൊല നിൽക്കാമെന്ന്. കൊല നിങ്ങളെ ഞാൻ കാണിച്ചു തന്നില്ലേ നേരത്തെ. അപ്പം ഞങ്ങൾ പുട്ടിന് പഴം കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. രാജേട്ടൻ അത്ര പഴം ഇഷ്ടമില്ല, കറിയാണ് ഇഷ്ടം. അയ്യോ, ജയശ്രീയുടെ കഴിക്കൽ കഴിഞ്ഞു. ഞാനിവിടെ ആസ്തപ്പഴം കൂട്ടി വരുമ്പോൾ ജയശ്രീയുടെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. അഞ്ചടാ ഈശ്വര, അങ്ങനെ പഴമൊക്കെ കൂട്ടി ജയശ്രീ, ഞാനിതൊക്കെ പറയാൻ നിന്നപ്പോഴേക്കും ആള് കഴിച്ചു. ഒരു കഷ്ണം തരട്ടെ, ഒരു ചെറുത കൂടി മാറ്റി വയ്ക്കാം. അപ്പോൾ ദൈവം രക്ഷിക്കാന്ന് പറയില്ല ഇങ്ങനെ. ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് രാജേട്ടൻ അമ്പലത്തിൽ പോയ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, അങ്ങോട്ട് പോയപ്പോൾ മഴ, അതുവരെ മഴ ഉണ്ടായിരുന്നു. ആ മഴ തുറന്ന സമയത്ത് അമ്പലത്തിൽ പോയി, അമ്പലത്തിൽ നിന്ന് വന്ന് കയറി മഴ തുടങ്ങി. മനസ്സിലായ? ഞാൻ രാമായണം വായിച്ച് കുറച്ചങ്ങോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ഞാൻ വിചാരിച്ചത്, രാമായണം വായിച്ച് എനിക്ക് എൻ്റെ യൂട്യൂബിലൊക്കെ ചേർക്കാം, എനിക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ തുടങ്ങി വെച്ചതാണ്. കുറച്ചായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ മഴ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നെ നോക്കിയപ്പോൾ പഴം കിട്ടി, കണ്ടോ. പിന്നെ കുട്ടികളൊക്കെ ഇന്നെല്ലാവരും എത്തും, കാരണം മുടക്കല്ലേ, സ്കൂൾ മുടക്കല്ലേ, ആ സന്തോഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഉപ്പുമാവ് കഴിക്കട്ടെ. പുട്ട് പഴം നിങ്ങൾക്ക് വേണോ? തരാം, എല്ലാവരും വരും. ജയശ്രീയുടെ കഴിഞ്ഞ ജയശ്രീ കഷ്ണം ജയശ്രീ കഴിച്ചു. ചായ കുടി കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴൊരാൾ വന്നിട്ടുണ്ട്. നോക്കൂ, ഇതാണ് നമ്മൾ പറയുന്നത് ഗോപി കേട്ടോ. ഇന്നലെ നമുക്ക് പൂവ് കൊണ്ടുവന്നില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ചെമ്പകപ്പൂവ് കൊണ്ടുവന്ന രാജേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഗോപി എന്നാണ് പേര്. ഞങ്ങളുടെ ഇവിടെ അടുത്താണ് വീട് കേട്ടോ. ദിസ് ഇസ് ഗോപി. എന്താ, ആള് ഭയങ്കര ആർട്ടിസ്റ്റാണ് കേട്ടോ. ആള് ഉണ്ടാക്കിയ ഒരു പടം കാണിച്ചേരട്ടെ. ഇതാ കണ്ടാ, ഇത് കുറേ നാൾ മുമ്പ് രാജേട്ടന് കൊണ്ടുകൊടുത്തതാ. കടലാസ്, നല്ല ഭംഗിയുള്ള പേപ്പർ, ഇതൊക്കെ എടുത്ത് വെട്ടി ഉണ്ടാക്കിയ സാധനമാണ്. കണ്ടോ, അതിനുള്ളൊരു മുത്തൊക്കെ വെച്ചിട്ടുണ്ട്. താമര ഉണ്ടാക്കി, പിന്നെ അതിൽ ശിവനെ വെച്ചു, അതിൻ്റെ മുകളിലൊരു നക്ഷത്രം വെച്ചു, ശിവനെയും പാർവതിയും വെച്ചു. നല്ല രസകരമായ മുത്തൊക്കെ പതിച്ച് നല്ല രസമുള്ള ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇത് മാത്രമൊന്നല്ല, ഇനി എന്തൊക്കെ ഉണ്ടാക്കണേ? ഭഗവാനല്ലേ അല്ലേ? അപ്പൊ ഇത് കച്ചവടാണോ ചെയ്യണേ? ആ, ഉണ്ടാക്കി പിന്നെ വീട്ടിൽ വെക്കും, ഉണ്ടാക്കി വീട്ടിൽ തന്നെ വെക്കും. ആ, ആർക്കേനെ കൊടുക്കൂലേ? ഇന്നുണ്ടാക്കിണ്ടാ? ഇന്നെന്താ ഉണ്ടാക്കിയ? ഗണപതി. അത് ശരി. ആ ചക്രം, അത് ശരി. അത് ശരി. ഓ, അത് കൊടുത്തിട്ടില്ലേ? അത് മാത്രം കൊടുത്തിട്ടില്ലേ അല്ലേ? അതെയാ? അതാരായിരുന്നു? ശിവൻ തന്നെയാ? സുദർശന ചക്ര അല്ലേ? അതാർക്കും കൊടുത്തിട്ടില്ലേ? വീട്ടിൽ വെച്ചു. പിന്നെ ഉണ്ടാക്കണതൊക്കെ ഓരോരുത്തർ കൊടുക്കും. ഫ്രണ്ട്സിന്, അമ്പലത്തിലേക്ക്
അത് ശരി. ആ ഇതാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഞങ്ങൾ ഇത് പറഞ്ഞാൽ തന്നിട്ടുള്ളോ? അല്ല ഞാനിത് സൂക്ഷിച്ചവിടെ ഞങ്ങളുടെ ഉണ്ടല്ലേ. ഉണ്ടല്ലേ, ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, ശ്രദ്ധിച്ചിട്ടില്ല. സീലിംഗ് അടിക്കണ വലിയ താമര അതിന് ആ ചടങ്ങടുക്ക ശിവലിംഗം കൊടുത്തു. ശിവലിംഗം മാത്രം അത് ലോഹത്തിന് ലോഹം മേടിച്ച അത് വെച്ച് പിന്നെ രണ്ടരയന്നം ഒരു രണ്ടരയന്നം മേലെ സൂര്യന് കൊടുത്തു. ആരെ പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ? പഠിക്കാനില്ല. അല്ല കുട്ടികൾക്ക് അറിയോ ഇതൊക്കെ ക്രാഫ്റ്റ്? വരയ്ക്കും. വരയ്ക്കൂല്ലേ? ആ അതെ അല്ലേ. വരയ്ക്കും. പടം വരെയുണ്ട്. ആ ഇപ്പൊ എഴുതുവോ? പിന്നെ ഈ മറ്റേ എന്താ പറയാ ഫ്ലക്സ് ഒക്കെ സോമരം എഴുതിയായിരുന്നു അല്ലേ? നിർത്തി. അങ്ങനെ അതാണ് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്ക ആൾക്കാർക്കൊന്ന്. അതെയാ, ശരി. ഞാൻ നോക്കട്ടെ സൗണ്ട് ഉണ്ടോന്ന്. ആള് ഗോപി എന്നാണ് പേര് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, നല്ല കലാകാരനാണ്. പിന്നെ ഫ്ലക്സിലൊക്കെ എഴുതും, അതേപോലെ തന്നെ ചുമരെഴുത്ത്, എല്ലാ ബിസിനസ്സും ഉണ്ട്, എല്ലാം അറിയാം ആൾക്ക് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഊട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ടീച്ചറുടെ വീട്ടിൽ പോയിട്ടോ. രാജേട്ടനെ പഠിപ്പിച്ച ടീച്ചറാണ് കേട്ടോ ഇത്. ശാരദ ടീച്ചർ എന്ന് പറയും, എൻ ശാരദ ടീച്ചർ. അപ്പോൾ ടീച്ചറെ കാണണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. നല്ല വൃത്തിയായിട്ടൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. സ്ഥലമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ടെന്ന്. പണിക്കാളുണ്ടാ? എവിടെ ക്ലീൻ ആയിട്ട് കിടക്കുന്നു? ഇവിടെയൊക്കെ നല്ല വൃത്തിയുണ്ടല്ലോ. ഫ്രണ്ടിലൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ആശയുണ്ടല്ലോ ഇവിടെ. ഞാനും കൂടെ സഹിക്കും. ആശല്ല, അതെ ആശല്ല, വേറെ പണിക്കാരുടെ ആശയുണ്ട്. ഒന്ന് വെറുതെ ഫോട്ടോ എടുക്കണ്ടോ? പക്ഷേ അടിയുള്ളൂ. വേണ്ട കേട്ടോ, നമ്മളെ കുട്ടിയല്ലേ. സോക്സ് കണ്ടിരിക്കല്ലേ. കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ചായ കുടിച്ചു, കായ വറുത്തതും പിന്നെ കുഴലപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പോരാൻ കാലത്ത് ടീച്ചറുടെ ഫോണിൽ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ടീച്ചറുടെ മകൻ്റെ മോൻ്റെയൊക്കെ ഫോട്ടോസ് കാണിച്ചു തരികയാണ് ഞങ്ങൾക്ക് കേട്ടോ. വാട്സപ്പിൽ ഉണ്ടോ? എനിക്കും കാണിച്ചു തരുന്നുണ്ട്. ഓ, കോൺവെക്കേഷൻ്റെയൊക്കെയാണ്, മോൻ്റെ കുട്ടിയുടെയാണ് കേട്ടോ. സന്തോഷം. ഞങ്ങൾ അങ്ങനെ ഫോട്ടോസിൽ മക്കളെയൊക്കെ കണ്ടു, മക്കളെയും പേരക്കുട്ടികളെയും മരുമക്കളെയൊക്കെ കണ്ടു. ഞങ്ങളങ്ങനെ ടീച്ചറോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോരുകയാണ് കേട്ടോ. അങ്ങനെ പഠിപ്പിച്ച ഒരു ടീച്ചറെ പോയി കണ്ടു. ഞാനും ഈ ടീച്ചർ, ഞാൻ പള്ളിക്കുന്ന് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ, പണ്ട് ഞാനിവിടെ വർക്ക് ചെയ്യുമ്പോൾ ടീച്ചറൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാജേട്ടനും വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. പിന്നെ ടീച്ചർ മുമ്പ് റിട്ടയർ ആയെന്ന് മാത്രം. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യട്ടെ കേട്ടോ.